ഈ ലിറ്റ്മസ് സമയത്തൊക്കെ കിടന്നൊരു വലിയൊരു പ്രചരണം. അത് സംഘപരിവാർ അനുകൂല സംഘടനയാണ്. സംഘപരിവാറിൻ്റെ ആശയങ്ങൾ ഒളിച്ചു കടത്തുന്ന സംഘടനയാണ്. ബാക്ക് ഡോറിലൂടെ എന്തോ തള്ളിവിടുന്ന സംഘടനയാണ്. അപ്പോൾ എന്താ നിങ്ങളങ്ങനെ പറയാൻ കാര്യം? അത് ഞങ്ങളങ്ങനൊന്നും ചെയ്യുന്നതല്ല, ഞങ്ങൾ വേറെ ഇതാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് പോരും, അങ്ങോട്ട് പോകരുത് പലരെയും വിളിച്ചു പറയുന്നു. മൊത്തത്തിൽ ലിറ്റ്മസിൻ്റെ സമയത്ത് വലിയ തോതിൽ ഒരു ഡീഗ്രേഡിങ് ക്യാമ്പയിനാണ്. ഈ സിനിമയൊക്കെ ഇറങ്ങുന്നത്, ഉണ്ണി മുകുന്ദൻ്റെ സിനിമ, മോഹൻലാലിൻ്റെ സിനിമ, മമ്മൂട്ടിയുടെ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ കുറേ ആൾക്കാർ ഇരുന്ന് ഡീഗ്രേഡ് ചെയ്യുള്ളൂ. അവർ നോക്കുന്ന മതവും ജാതിയും നോക്കി മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ പറയും സംവിധാനം നമ്മുടെ ജാതിയാണ്, എന്നാൽ കുഴപ്പമില്ല പോട്ടെ. ഇന്നത്തെ സിനിമാ വിമർശനം കണ്ടു കഴിഞ്ഞാൽ തെണ്ടി പോകും കേട്ടോ. പ്രമുഖ നടൻ നമ്മുടെ ജാതി അല്ല, പക്ഷേ നിർമ്മാതാവ് നമ്മുടെ ജാതിയാ, എന്നാ മിണ്ടണ്ട. എന്തുവാടേ ഇത് കേരളത്തിൽ എന്തോ ഓരോ ഏത് സിനിമ നിങ്ങൾ നോക്കുക, ഇതേ രീതിയിൽ സിനിമകളെ ഡീഗ്രേഡ് ചെയ്യുന്നത് പോലെ ഇതേപോലെ ആയിരുന്നു ഈ കഴിഞ്ഞ ലിറ്റ്മസിൽ എസൻസ് ഗ്ലോബലിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ചില എന്താ പറയുന്നത് വിശ്വമാനവർ ശ്രമിച്ചു. ലോകം മുഴുവൻ ഒന്നാണ് എന്ന് കരുതുന്നവർ. അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പരിപാടിയാണ്, പോകരുത്. ആരോടെ വിളിച്ചു പറയുന്നത്? എക്സ് മുസ്ലിംസ് നമ്മളേക്ക് വിളിച്ചു പറയണം. ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, ഓഡിയോ അയച്ചു തരുന്നു, മെസ്സേജ് അയച്ചു തരുന്നു. ഇതിലെ കാഫർ സ്ക്രീൻഷോട്ട് പോലെ ഉണ്ട് അല്ലേ? അല്ലെ സന്ദീപ് വാര്യരെ കുറിച്ചൊരു പരസ്യം കൊടുത്തില്ലേ, അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. മാഷാ ഉള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. ഇത് അവരെയാണ്, അങ്ങോട്ട് പോകണ്ട, നമ്മുടെ ഉണ്ട്, വേറെ ഉണ്ട്. ഞാൻ ഇന്നും പറഞ്ഞിരുന്നൊരു കാര്യം, കേരളത്തിൽ ഈ സംഘപരിവാർ ആശയങ്ങൾ, തത്വങ്ങൾ, ഡോക്ട്രിനുകൾ അതിനെതിരെ സംസാരിക്കുകയും പ്രചരിപ്പിക്കുകയും പരിപാടികൾ നടത്തുകയും ചെയ്യുന്ന ഏക പ്രസ്ഥാനം എസൻസ് ഗ്ലോബലാണെന്നുള്ളതാണ്. വളരെ അഡേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഞാനത് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. സംഘപരിവാർ അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ, ഇതിനെ പ്രതിദാനം ചെയ്യുന്ന കുറേ ആശയങ്ങളുണ്ടാവുമല്ലോ. ഈ ആശയങ്ങളുള്ള നമ്മളുടെ സമീപനം, ഞാൻ ഈ ആശയങ്ങൾ ഒരു പ്രസൻറ്റേഷൻ ഞാൻ 16 എഴുതി, പിന്നെ 26 ഇതേമാതിരി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. കൂട്ടാം, നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഞങ്ങളതിന് അഗേൻസ്റ്റ് ആണോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലേ നോക്കേണ്ടത്. കൾച്ചറൽ ഹെജിമണി ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകും. ഒരു 10-22 ഞാൻ എഴുതിയിട്ടുണ്ട്. കൾച്ചറൽ ഹെജിമണി, സാംസ്കാരിക മേധാവിത്വം, ഹിന്ദു മേധാവിത്വം, ഹിന്ദു കൾച്ചർ, നമുക്കറിയാം അതൊരു സംഘപരിവാർ ആശയമാണ്. രാമക്ഷേത്രം, ശിവലിംഗം കാണുന്നിടത്തെല്ലാം മുട്ടിന് ശിവലിംഗം എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നു. അത് തർക്കങ്ങൾ, രാഷ്ട്രീയ പരിഹാരങ്ങൾ അതിനായിട്ടുള്ള മുറവിളികൾ, ആൾട്ടർനേറ്റ് മെഡിസിൻ, പാരമ്പര്യേതര ചികിത്സാ മാർഗങ്ങൾ, ആൻറ്റി സയൻസ്, ശാസ്ത്രവിരുദ്ധത, ആയുഷ്, സ്റ്റേറ്റ് ക്യാപിറ്റലിസം ഒന്നുമല്ല, ചൈനീസ് മോഡലിലേക്കാണ് BJP പോകുന്നത്. ഹോമോഫോബിക്, LGBTക്കെതിരെയുള്ള നിയമങ്ങൾ, വിരുദ്ധ പ്രസ്താവനകൾ, സ്ത്രീ വിരുദ്ധത, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജനതയുടെ ഐഡൻറ്റിറ്റി, സ്വത്വബോധം ഉണ്ടാക്കുക, സ്വദേശി, യോഗ, ജയ് ശ്രീറാം ചാൻസ്, ഓർഗാനിക് ഫാമിംഗ്, ഇതായിപ്പോൾ ഇത്ര കോടിയും കണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഹൈപ്പർ നാഷണലിസം, അതിതീവ്ര ദേശീയത, കമ്മ്യൂണൽ റൈറ്റ്സ്, TV സീരിയൽ രാമായണ മഹാഭാരത, രഥയാത്ര, നമുക്കറിയാം അത് എന്തുമാത്രം അതിനകത്ത് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന്. ഹിന്ദു റിച്വൽസ്, ദിമ്മിറ്റ്യൂഡ്, ഗോൾവാൾക്കർ പറഞ്ഞു എന്ന് പറയുന്നത് ഹിന്ദുക്കൾ ഒഴികെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വോട്ടവകാശം പോലും ഇല്ലാതെ കഴിയണമെന്ന് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഗോൾവാൾക്കറിൻ്റെ പ്രസ്താവന. ഇത് ഹിന്ദുത്വ എന്ന് പറയുന്ന പ്രസൻറ്റേഷനിൽ ഞാനത് സ്ലൈഡിൽ എഴുതി കാണിച്ചു, പക്ഷേ വായിക്കാതെ വിട്ടു. സ്ലൈഡിൽ എഴുതി കാണിച്ചു, വായിക്കാതെ വിട്ടു. പിന്നെ എന്തിനാണ് ഈ സ്ലൈഡിൽ എഴുതി കാണിച്ചത്? അല്ല, അത് സ്ലൈഡിൽ എഴുതി കാണിച്ചിട്ട് വായിക്കാതെ വിട്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അയാൾ വിട്ടുപോയി. അപ്പോൾ 17-ാം മിനിറ്റിൽ അങ്ങനെ വിട്ടിരിക്കുന്നു. പക്ഷെ ആ പ്രഭാഷണത്തിൽ തന്നെ 7 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഇത് സ്ലൈഡ് കാണിക്കാതെ പറയുന്നുണ്ട്. അതൊന്നും കാണാൻ സമയമില്ല, ആർത്തിയോടെ ചാടി വീഴുകയാണ്. അതൊന്നും കാണാൻ സമയമില്ല. ദിമ്മിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടാംകിട പൗരന്മാർ, ദിമ്മികൾ ആരാണെന്ന് അറിയാൻ. ഇനി ഹോസ്റ്റൈൽ ടു അതർ, അന്യനോടുള്ള അല്ലെങ്കിൽ അവരെ ഗോത്രങ്ങളോടുള്ള വെറുപ്പ്, പ്രത്യേകിച്ച് മൈനോറിറ്റികളോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ അവരോടുള്ള എതിർപ്പ്, അവരെ ഒറ്റപ്പെടുത്തൽ, ഇതെല്ലാം ഒരു സംഘപരിവാർ ആശയമാണ്. ഫെയ്ത്ത് പൊളിറ്റിക്സ്, രാമൻ, കൃഷ്ണൻ, രാമക്ഷേത്രം, റിച്വൽസ്, ശബരിമല, ഇതെല്ലാം സംഘപരിവാർ ഐറ്റമാണ്. പോസിറ്റീവ് സെക്കുലറിസം, അവർ പറയുന്നുണ്ട് സർവധർമ്മ സമഭാവം, എല്ലാ മതങ്ങൾക്കും ഒരു തുല്യ പ്രാധാന്യം. അപ്പോൾ നമ്പർ കൂടുതലുള്ള ഹിന്ദു ഇന്ത്യ ഭരിക്കും. പിന്നെ കൗ പൊളിറ്റിക്സ്, പിന്നെ സനാതനധർമ്മം, പിന്നെ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദ പാസ്റ്റ്, പുണ്യപുരാതനമായിട്ടുള്ള ഭൂതകാലം, ദൻ കണ്ടമാൻ. ഇത്ര എണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഒറ്റ ഒരെണ്ണത്തെ
എസൻസ് ഗ്ലോബൽ പിന്തുണയ്ക്കുന്നുണ്ടോ? പിന്തുണയ്ക്കുന്നത് മാത്രമല്ല, നമ്മളതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും പുതിയ ഐറ്റം ഉണ്ടോ ഇനി അത് ഉൾപ്പെടുത്താൻ? ആരോ പറയുന്നത് കേട്ടു, ഇതൊന്നും അല്ല യഥാർത്ഥ സംഘപരിവാർ, അത് മുസ്ലിം വിരുദ്ധതയാണ്. മുസ്ലിം വിരുദ്ധതയാണ് സംഘപരിവാർ പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയുള്ള എല്ലാവരും സംഘപരിവാറുകാരാണ്. ഇന്ത്യക്ക് പുറത്തും അകത്തും മറ്റ് ജാതികളും മതങ്ങളും അവരുടെ മതങ്ങളോടുള്ള, അതായത് സ്വത്വ രാഷ്ട്രീയം, റിലീജിയസ് ഐഡന്റിറ്റി ആയി കഴിഞ്ഞാൽ അന്യ റിലീജിയനോട് വെറുപ്പുണ്ടാവും, അല്ലെങ്കിൽ എതിർപ്പുണ്ടാവും, താല്പര്യമില്ലാതെ ഉണ്ടാവും, അവരെ ദിമ്മികളാക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവും. അത് മദ്യത്തിന് കിക്കെന്ന പോലല്ലേ, മദ്യമാണെങ്കിൽ അതിന് കിക്കുണ്ടാവും. ഗോസ് വിത്തൗട്ട് സെയിങ്. അതായത് ഒരു പുതിയ കാര്യം പോലെ എടുത്തു വെക്കുക. നിങ്ങൾ ആഡ് ചെയ്തു. ഇതിനെതിരെ എല്ലാമാണ് നമ്മൾ സംസാരിക്കുന്നത്, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തെളിവ് നിങ്ങൾ നോക്കൂ. നമ്മൾ സംഘടിപ്പിച്ച പരിപാടിയാണ്. 1 മാസത്തിനുള്ളിൽ ഹിന്ദുത്വയും ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട പരിപാടി 1 മാസത്തിനുള്ളിൽ. ഇപ്പോൾ അതാ 4ാമത്തെ ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്നത് അത്ര ശരിയല്ല. നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ചെയ്യുന്ന അത്ര ശരിയല്ല എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. വോയിറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണമാണ്. നിരീക്ഷിച്ചിട്ട് അത്ര ശരിയാവുന്നില്ല. വോയിറിസ്റ്റിക് ഡാഷ് വാദം. സ്വയം ചെയ്യില്ല, ചെയ്യുന്നവരെ വിമർശിക്കുന്നു. കുഴപ്പമില്ല, ചെയ്യുന്നവരെ വിമർശിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്വയം ചെയ്യില്ല. ഈ വിമർശനമല്ല, കുറ്റപ്പെടുത്തലുകളും ശകാരങ്ങളും അധിക്ഷേപങ്ങളും ഡീഗ്രേഡിങ്ങുകളും. അപ്പോൾ എന്താണ്? നമ്മൾ ഈ പരിപാടി ചെയ്യരുത്, നമ്മൾ ഈ പരിപാടി ചെയ്യരുതെന്ന്. അപ്പോൾ സംഘപരിവാർ നാസ്തികത എന്ന് പറഞ്ഞൊരു പദം ഇപ്പോൾ കേൾക്കുന്നു. സംഘപരിവാർ, കറുത്ത പെട്ടി എന്ന് പറഞ്ഞാൽ പെട്ടിയുടെ നിറം കറുപ്പാണെന്ന് അർത്ഥം. വെളുത്ത പെട്ടി, കറുത്ത പെട്ടി, ചുവന്ന പെട്ടി, പെട്ടിയാണ് പ്രധാനം. സംഘപരിവാർ നാസ്തികത എന്ന് പറയുന്ന സാധനം ഇല്ല യഥാർത്ഥത്തിൽ. ഇനി സംഘപരിവാർ നാസ്തികത നിങ്ങൾ നാമവിശേഷം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എതിർക്കുന്നത് സംഘപരിവാറിനെ അല്ല, നാസ്തികതയാണ്. നാസ്തികതയാണ് നിങ്ങൾ എതിർക്കുന്നത്. അത് എതിർക്കാൻ കാരണമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ട്രൈബലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നാസ്തികതയും സ്വതന്ത്രയും മാറും. അതാണ് ഇതേ കണക്ക് സ്വയം ചെയ്യാതെ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നുമില്ല, ചെയ്യുന്നവർ ചെയ്യാൻ പാടില്ല. മതസംരക്ഷണം. ഞങ്ങൾ ചെയ്യില്ല, നിങ്ങളും ചെയ്യണ്ട. അല്ലെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേദികൾ നമ്മൾ ഉണ്ടാക്കി തരാം. കണ്ടമാനം വേദികൾ. ഓരോരോ ഈ പറഞ്ഞ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് വിമർശിക്കുക. ഓരോന്നായിട്ട് ഓരോരോ പരിപാടി വെക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാൻഡ് കൂടെ അനുവദിക്കാം. അതാണ് രസം. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഉച്ചഭാഷണിക്കെതിരെ ഇപ്പോൾ സംസാരിച്ചു. എന്തായിരിക്കും എന്നറിയാം ഈ കൂട്ടരുടെ വിലാപം? അത് യോഗി ആദിത്യനാഥ് ചെയ്യുന്ന കാര്യമല്ലേ? ഉച്ചഭാഷണിക്കെതിരെ അയാളും നിൽക്കുന്നുണ്ട്. അതിന് ജ്യോതിഷത്തിനെതിരെ സംസാരിക്കുമ്പോൾ പറയും അത് സ്വാമി വിവേകാനന്ദം വേണ്ടെന്ന് പറഞ്ഞ കാര്യമല്ലേ? പശു കൊലപാതകങ്ങളെക്കുറിച്ചും പശുവിനെ ഇത്ര അമിതമായിട്ടുള്ള വെനിയറബിളായിട്ട് എടുക്കുന്നതിനെക്കുറിച്ചും എതിരെ സംസാരിക്കുമ്പോൾ പുസ്തകം എഴുതുമ്പോൾ പറയും സവാർക്കറും പശുവിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. സവാർക്കർ പശുവിന് വലിയ കാര്യമൊന്നുമില്ല. എങ്ങനെയുണ്ട്? ഇനി ഇത്തരം സാധനങ്ങൾ, ഇതാണ് യഥാർത്ഥ പരിവാർ വിരുദ്ധ പ്രവർത്തനം. നിങ്ങൾ ജ്യോതിഷത്തെ എതിർക്കുന്നതോ ഉച്ചഭാഷണി എതിർക്കുന്നതോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ഡോക്ടറിനുകളെല്ലാം ഒന്നൊന്നായി എതിർക്കുന്നതോ പരിപാടികൾ സംഘടിപ്പിക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നുമല്ല. യഥാർത്ഥ ഇത് 916 ആണ്. ഇതിനകത്ത് പണിക്കുറവൊന്നുമില്ല. നമുക്ക് പണിക്കുറവുണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര പണിക്കുറവാണ്. ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല. നോ പ്രോബ്ലം.